ഞാൻ വണ്ടി വാങ്ങിച്ച് ഒരു തേർഡ് ഡേ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. മൈലേജ് കമ്പാരേറ്റീവ്ലി ഞാൻ മിനി കൂപ്പർ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എനിക്ക് ഓടിച്ചൊരു എക്സ്പീരിയൻസ് കിട്ടിയത്, ആ ഒരു ഫീൽ കിട്ടിയത് എനിക്ക് i20യിലാണ്. അന്നൊക്കെ അതിനൊക്കെ എത്രയായി മിനി കൂപ്പറും കൊണ്ട് കേരളത്തിൽ വന്നപ്പോൾ ഉള്ള ഫ്യൂൽ? അപ്പം അന്ന് സർവീസിന് കൊടുത്തപ്പോൾ എന്തൊക്കെയായിരുന്നു കംപ്ലൈൻറ്റ്സ് പറയാനായിട്ടുണ്ടായിരുന്നത്? അതായത് കംപ്ലൈൻസ് ആയിട്ട് ഹലോ ഫ്രണ്ട്സ്, വോക്കുദ്ദിനഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് i20 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള i20യുടെ മോഡലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. i20യുടെ പല മോഡലുകളും എല്ലാവർക്കും വളരെ പ്രിയങ്കരമായിട്ടുള്ള മോഡലുകളായിരുന്നു. ഓരോ ഫേസ് ലിഫ്റ്റുകൾ വന്ന സമയത്തും എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു അത്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്, അതായത് ഏകദേശം കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, അത്യാവശ്യം കിലോമീറ്ററും ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചോദിക്കാനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം ബ്രോയോട് നമുക്ക് ചോദിച്ച് അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാം. ഹായ് ബ്രോ, ബ്രോയുടെ പേര്? റസിൻ. എന്ത് ചെയ്യുന്നു? ചെന്നൈയിൽ ബിസിനസ് ആണ്. അപ്പം i20 സ്വന്തമാക്കിയിട്ട് ഇപ്പം എത്ര കാലമായി? i20 വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3 മാസമായി. 3 മാസമായി. 3 മാസം കൊണ്ട് എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? 3 മാസം കൊണ്ട് ഒരു 8000 കിലോമീറ്റർ ഓടിച്ചിട്ടു. 3 മാസം കൊണ്ട് 8000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പം ഇത് ചെന്നൈയിൽ നിന്ന് ഇപ്പം റീസെന്റ് ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ? ചെന്നൈ ഡ്രൈവ് ചെയ്ത് നാട്ടിൽ എത്തി. അപ്പം അതിൻ്റെയൊക്കെ ഒരു ലോങ് ഡ്രൈവ് ആകുമ്പോൾ നല്ല അത്യാവശ്യം എക്സ്പീരിയൻസുകളൊക്കെ അറിയാനുള്ള ഇതായിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് i20യിലോട്ട് വരാനായിട്ട് കാരണം? നേരത്തെ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ ഏതൊക്കെ? അപ്പം i20 ചൂസ് ചെയ്യാനായിട്ട് തോന്നിയത് എന്തുകൊണ്ട്? i20 എനിക്ക് പണ്ട് തൊട്ട് ഒരു വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമുള്ള വണ്ടിയായിരുന്നു. ഓക്കെ. ഇപ്പോഴായിരുന്നു എനിക്ക് തോന്നുന്നത് കറക്റ്റ് ടൈം. എനിക്ക് ഈ ഷേപ്പും ഇതിന്റെ മോഡലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ നേരത്തെ എനിക്ക് റാപ്പിഡ് ഉണ്ടായിരുന്നു, ഇന്നോവ, ക്രിസ്റ്റ, മിനി കൂപ്പർ എല്ലാം ഉണ്ടായിരുന്നു. മിനി കൂപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ കമ്പാരേറ്റീവ്ലി ഞാൻ മിനി കൂപ്പർ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എനിക്ക് ഓടിച്ചൊരു എക്സ്പീരിയൻസ് കിട്ടിയത്, ആ ഒരു ഫീൽ കിട്ടിയത് എനിക്ക് i20യിലാണ്. കോമ്പാക്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ചൂസ് ചെയ്തു. ഓക്കെ. അപ്പം അത് എത്ര നാള് മിനി കൂപ്പറൊക്കെ യൂസ് ചെയ്തു? 2 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം അതിൻ്റെ കൂടെ ക്രിസ്റ്റ, സ്കോഡ റാപ്പിഡ് എല്ലാം അറ്റ് എ ടൈം ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ശേഷം ഇപ്പം i20 യൂസ് ചെയ്തു. അപ്പം നമ്മുടെ സിറ്റി യൂസേജിനും സിറ്റി ലോങ് ഡ്രൈവ് നല്ല പെർഫോമൻസ് ഉണ്ട് വണ്ടിക്ക്. ഓക്കെ. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പം ചെന്നൈ ടു കേരളം i20 വരുന്നത്. ബാക്കി എല്ലാ വണ്ടിയിലും വന്നിട്ടുണ്ട്, പലവട്ടം വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ വാഹനങ്ങളിൽ നിന്ന് ഇത് വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഉറപ്പായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ മറ്റേ നോക്കുമ്പോൾ അതിന്റെ പവർ റേഞ്ച് വേറെ. ഇന്നോവ ക്രിസ്റ്റ ആയാലും മിനി കൂപ്പർ ആയാലും അതിന്റെ CC ഡിഫറൻസ് ഉണ്ട്, ഇതിന്റെ CC ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ 1.2 ലിറ്ററിൽ വന്നിട്ട് ഇത്രയും പെർഫോമൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് റിയലി ഗ്രേറ്റ് ആണ്. ലിറ്ററലി ഇപ്പൊ നമ്മള് സ്റ്റാർട്ടപ്പ് പിക്കപ്പ് ആയാലും ശരി, ടോർക്ക്, ഇത് നമ്മള് മാക്സിമം ടോർക്ക് പോകുന്നവരും നമുക്ക് ഡിഫറൻസ് അറിയത്തില്ല. വളരെ സ്മൂത്ത് ആണ് വണ്ടി. അതായത് ഫാമിലി ആയാലും ഞങ്ങളൊരു 5 പേരാ വന്നു, എല്ലാരും കംഫർട്ടബിൾ ആയിരുന്നു. 5 പേര് വന്നിട്ടല്ലേ? കുമിളി റോഡൊക്കെ ഓടിക്കാൻ നല്ല സുഖമായിരുന്നു. ആ കേവ്സ് ഒക്കെ കുമിളി എന്ന് പറയുമ്പോൾ നല്ല ഹെയർപിൻ വളവുകൾ എല്ലാം നല്ലതായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു ബോഡി പെയിൻ ഇവിടെ വന്നിട്ട് ഒരു ഫീൽ ഒന്നും നമുക്ക് തോന്നിയില്ല. ഓക്കെ. അപ്പം ഏകദേശം 600-700 കിലോമീറ്റേഴ്സോളം ഉണ്ടായിരുന്നു. 650 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. 650 കിലോമീറ്റേഴ്സ് i20യിൽ ഡ്രൈവ് ചെയ്തതും ഫുൾ ലോഡായിട്ട് വന്നിട്ടും. അതെ, ഫുൾ പാക്ഡ് ആണ്. ലഗേജും ഇപ്പൊ ഞങ്ങള് 5 പേരുണ്ട്, 5 പേരുടെ തുണിയും എല്ലാം ഡിക്കിയിലും സ്പേസ് ഇല്ലായിരുന്നു. ഫുൾ ആയിട്ട് നമ്മൾ ഓക്യുപ്പൈ ചെയ്തിട്ട് കുഞ്ഞിനെയൊക്കെ കണ്ടു. അപ്പം കുഞ്ഞിന്റെ സാധനങ്ങളും എല്ലാം കൂടെ അതിൽ പാക്ഡ് ആയിട്ട് ഫുൾ ജാം ആയിട്ടാണ് ഞങ്ങൾ വന്നത്. ഓക്കെ. അപ്പം എന്നിട്ട് ഞാൻ ആക്ച്വലി വണ്ടി എടുക്കുന്നത് ഞാൻ പ്ലാൻ ചെയ്ത് വൈഫിനും കാർ ഓടിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ വൈഫിന് കൊടുക്കാൻ നമ്മൾ അടുത്ത സെഗ്മെന്റിലോട്ട് ഒരു 1.5 ലിറ്ററിന്റെ ആ സെഗ്മെന്റിൽ പോവാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് വൺസ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ റെഗുലർ ആയിട്ട് ഇപ്പൊ ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആക്ച്വലി ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ തിരിച്ചും ഇന്നോവ ക്രിസ്റ്റ ബുക്ക് ചെയ്യാൻ പോയപ്പോഴാണ് അവര് സ്റ്റോപ്പ് ചെയ്തിട്ട് ഹൈ ക്രോസ് ആയി മറ്റേ ഹൈബ്രിഡിലോട്ട് വരുക. സോ മൈറ്റ് ബി ഇനി ഒരു 3 months ടൈം വേണം. പക്ഷെ എനിക്ക് ആ വണ്ടി ഇല്ലാലോ എന്നൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഐ യൂസ് ടു ഡ്രൈവ് ദിസ് എവറി ഡേ. ഇന്നോവ ക്രിസ്റ്റ തിരിച്ചു വരുന്നു വീണ്ടും. പക്ഷേ നല്ല വണ്ടിയാണ് ഇത്. ഞാൻ ബൈ ദി ഹാർട്ട്, എനിക്ക് ഇത് ഡ്രോബാക്ക് ആയിട്ട് പറയാനൊന്നും എനിക്കൊന്നുമേ ഇല്ല. നല്ലൊരു വെഹിക്കിളാണ്. ഫാമിലി കോമ്പാക്ട് ആയിട്ട് ഒരു
വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. ഇത് i20യുടെ ഏത് വേരിയന്റ് ആണ്? സ്പോർട്സ് വേരിയന്റ് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അപ്പം ഇതിന് എത്രയാണ് ഓൺ റോഡ് പ്രൈസ് ആയത്? ഓൺ റോഡ് എനിക്ക് തോന്നുന്നത് 10,65,000 റേഞ്ച് ആണ്. അതാണ് റേഞ്ച്. കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് അതൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ വരുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് എന്തൊക്കെയായിരുന്നു? ഇതിൽ ബാക്കി ഫോഗ് ലാമ്പ്, നോർമൽ ഹെഡ് ലാമ്പ് എല്ലാം ഉണ്ട്. എല്ലാം യെല്ലോ ലൈറ്റ് ആണ്, മറ്റേ ഹാലോജൻ ഇല്ല. ആസ്റ്റായിൽ പോകുമ്പോൾ എല്ലാം ഇതിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വരും. ഇതിൽ ഹെഡ് ലൈറ്റ് തന്നെ വരും. ഫ്രണ്ടിൽ ഇതിൽ DRL തനിയായിട്ട് കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്പെസിഫിക്കില് ഞാൻ ഇത് എടുത്തിട്ട് എല്ലാം ചേഞ്ച് ചെയ്തു. LED മാറ്റി. ഫോഗ് ആണെങ്കിൽ നമുക്ക് 3 വേരിയന്റ് ആയിട്ട് കളർ ചേഞ്ച് ചെയ്യാം. യെല്ലോ, മിഡ് വൈറ്റ്, വൈറ്റ്, അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചേഞ്ച് ചെയ്തു. അതെല്ലാം ചെയ്തു. അതെ, ഇത് ഡ്രം ആവും. നമുക്ക് അലോയ് വീൽ ഡ്രം ആവും. അവര് തന്നത് ഡ്രം ആയിരുന്നു സ്പോർട്സിൽ. ഇത് ഞാൻ ചേഞ്ച് ചെയ്തു. ഞാൻ അലോയും ടയറും ഞാൻ മാറ്റി ചേഞ്ച് ചെയ്തു. വണ്ടിയിൽ 15 ആണ് വരുന്നത്. 15 ആണോ? ഞാനിത് 16 അപ്ഗ്രേഡ് ചെയ്തു. 16 ഇഞ്ച് ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. വിത്ത് അലോയ് ചെയ്തല്ലേ? വിത്ത് അലോയ് മാറ്റി. അതിനൊക്കെ എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട്? ആക്ച്വലി എന്റെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പ്, പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞ ഒരു അക്സസറീസ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇത് രണ്ടും അലോയും ടയറും സെറ്റ് ഓഫ് 4 വന്നിട്ട് ലിറ്ററലി 1 lakh. MSWയുടെ ബ്രാൻഡാണത്. അലോയ് മാത്രമേ എനിക്ക് തോന്നുന്നു ഒരു 75,000 അത്ര ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ യോക്കോഹാമയുടെ ടയേഴ്സ് ആണ്. അത് എങ്ങനെയായാലും ഒരു ടയേഴ്സ് ഒരു 7,500-8,000 റേഞ്ച് ആയിട്ടുണ്ട്. അതിന്റെ ഡിസ്കൗണ്ട് വരും. ഓക്കെ, അല്ലാതെ വേറെ എന്തൊക്കെ ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വന്നു സ്പോർട്സ് വേരിയന്റിൽ? വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ വന്നിട്ടില്ല. ഞാൻ ലൈറ്റ്സ് മാത്രം ചേഞ്ച് ചെയ്തു. LED ലൈറ്റ്സ് ഇട്ടു. പിന്നെ ഫോഗ് വന്നിട്ട് അത് ഞാൻ പറഞ്ഞ 3 വേരിയേഷൻസ് കളേഴ്സിൽ അത് ചെയ്തു. പിന്നെ ആസ് യൂഷ്വൽ ഹോൺ. വേറെ ഒന്നും വണ്ടിയിൽ ചെയ്യാനുള്ള ഒരു ഇന്റീരിയറിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ, ഡിസ്പ്ലേ വെക്കേണ്ട കാര്യമില്ല. ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. പിന്നെ ആപ്പിൾ കാർപ്ലേ ഉണ്ട്. അതുപോലെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ, സൗണ്ട് സിസ്റ്റം ഇതിൽ വന്നിട്ട് ഹുണ്ടായിലെ സൗണ്ട് സിസ്റ്റം വരുന്നത്. മറ്റേ ആസ്റ്റയിൽ പോകുമ്പോൾ ബോസിലെ വരും. പക്ഷെ ഇതും എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്ത്. അതുകൊണ്ട് ഞാൻ അതൊന്നും ടച്ച് ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്യാതെ വണ്ടി കണ്ട് വൈഫ് മാത്രം ഒന്ന് ചെറിയ റൗണ്ട് ഓടിച്ചു നോക്കി. കാരണം ഞാൻ ഇത് ഓടിക്കാൻ പോകുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വണ്ടി എടുത്തത്. അടുത്ത വണ്ടി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് ഈ വണ്ടി ഡെലിവറി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിന്റെ പെർഫോമൻസും. ഞാൻ ഈ ഒരു സെഗ്മെന്റില് ഇത് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല, എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ ഞാൻ അപ്പൊ ക്രിസ്റ്റയ്ക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ടഡ് ഡ്രൈവിംഗ് ദിസ്. എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ്. അപ്പൊ ഞാൻ എന്റെ ഒരു ചോയ്സിന് വേണ്ടിയാണ് ഞാൻ ലൈറ്റ്സ് എല്ലാം ഞാൻ മാറ്റിയത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വൈഫിന് കൊടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. സോ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അല്ല, സോ നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്ര. അതെ, ഞാൻ 3 months തന്നെ ഞാൻ 8,000 കിലോമീറ്റേഴ്സ് 3 months ആയിട്ടില്ല. എനിക്ക് നവംബർ മിഡിലാണ് ഞാൻ വണ്ടി എടുത്തത്. 15-20 ആ ഡേറ്റ്. 2 months കഴിഞ്ഞതേ ഉള്ളൂ. 2 months കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം അതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇനിയും അടുത്തതായിട്ട് ഇതിന്റെ മൈലേജിനെ പറ്റി ഒന്ന് അറിയണം. സിറ്റിയിൽ യൂസ് ചെയ്തപ്പോൾ എത്ര ഉണ്ടായിരുന്നു, ലോങ് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ എത്ര ഉണ്ടായിരുന്നു, അതൊക്കെയാണ് അറിയേണ്ടത്. ശരിക്കും വന്നിട്ട് ഇതിൽ വണ്ടിയിൽ വന്നിട്ട് ഈക്കോ മോഡ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, നമ്മൾ വന്നിട്ട് അത് നമുക്ക് ഡിസ്പ്ലേ തന്നെ നമുക്ക് വിസിബിൾ ആകും. സോ നമ്മൾ ആ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുവാണെങ്കിൽ എനിക്ക് ഹൈവേയിൽ 80 to 100 ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ, കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫാക്ടറിയിലോട്ട് പോകാൻ ലിറ്ററലി 30 kilometers ഉണ്ട്. സോ ഫുൾ ഹൈവേ ആണ് ഞാൻ ഡെയിലി ഓടിക്കുന്നത്. സോ ഞാൻ വണ്ടി വാങ്ങിച്ച് ഒരു 3rd day എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, മൈലേജ് 22 കാണിക്കുന്നുണ്ട്. 22 അല്ലേ? അപ്പൊ ഞാൻ ഷോറൂമിൽ വിളിച്ചിട്ട് ശരിക്കും വണ്ടിയുടെ മൈലേജ് എന്തുവാണ് ഞാൻ ചോദിച്ചപ്പോൾ എറർ ആണോ എന്ന് ചോദിക്കാൻ അവർ പറഞ്ഞു ഇല്ല സാർ, ഒരു 15 to 16 ഹൈവേയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. 15 to 16 അവർ, അതായത് ടു ദി മാക്സ് എന്റെ ഓടിയുടെ അനുസരിച്ച് അവർ പറഞ്ഞു. സാർ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അത്രയും ഗ്യാരണ്ടി തരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു 11 to 12 സിറ്റി യൂസിൽ 100% വണ്ടി തരുമെന്ന്. സിറ്റി യൂസിൽ ട്രാഫിക്കിലൊക്കെ ഓടിക്കുവാണെങ്കിൽ. അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഉടനെ വിളിച്ച് ക്ലാരിഫൈ ചെയ്തു. ഞാൻ പറഞ്ഞു സാറിന് എത്ര കാണിക്കുന്നുണ്ട്, നമ്മളെന്തിനാ സർവീസിൽ നമ്മൾ പറഞ്ഞോളാന്ന് വിചാരിച്ചോണ്ട് ഞാൻ സൈലന്റ് ആക്കി. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു 100 മേളിൽ ഓടിക്കുവാണെങ്കിൽ ഒരു 12 to 13 120 മേളിൽ പോവാണെങ്കിൽ ഒരു 13-14 ആ ഒരു സെഗ്മെന്റിൽ നമുക്ക് കിട്ടും. നോർമലായിട്ട് നമ്മൾ സിറ്റിയിൽ ഓടിക്കുവാണെങ്കിൽ 12 to 14 ഗ്യാരണ്ടി.
12 to 14. 12 to 14 ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. സോ ഡ്രൈവിംഗ് നമ്മൾ മാറ്റി മാറി മാറി ഓടിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ പെർഫോമൻസിന്റെ കിലോമീറ്റേഴ്സ് മാറാൻ സാധ്യതയുണ്ട്, അത് മൈലേജ് മാറാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ. അപ്പം ഈ ചെന്നൈ ടു കേരള വന്നപ്പോൾ അത്യാവശ്യം 13-14 ആ ഒരു റേഞ്ചാണ്. ആ ഒരു റേഞ്ച് ഉണ്ട്. കാരണം ഞാൻ ലിറ്ററലി വളരെ സ്ലോ ആയിട്ടല്ല വന്നത്. സോ ഇത്രയും വെയിറ്റും പിടിച്ചുകൊണ്ട് നമ്മളൊരു പെട്ടെന്ന് എത്താൻ നല്ല റോഡല്ലേ ഇപ്പൊ ചെന്നൈ ടു കേരളം. ഓക്കെ. ഞാൻ സൂപ്പർ റോഡ്. ദിണ്ടുക്കൽ കമ്പം തേനി എല്ലാം നല്ല അതെല്ലാം അടിപൊളി സൂപ്പർ റോഡാണ്. പക്ഷെ നാട്ടില് കുമളി നോക്കണ്ട. പിന്നെ കുമളി കയറ്റമൊക്കെ കയറി കഴിഞ്ഞാൽ ഇപ്പൊ നല്ലതായിട്ട് റോഡ് അല്ല, ഫുള്ള് നല്ല വിത്തുള്ള റോഡാണ്. വളവും തിരിവുള്ളതുകൊണ്ട് നമുക്ക് അത്ര സ്പീഡ് എടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള നമുക്ക് സ്ട്രൈറ്റ് റോഡ്. ബാക്കിയുള്ള സ്ട്രൈറ്റ് റോഡ് സേഫ്റ്റി നോക്കി നമുക്ക് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ വണ്ടി. ഓക്കെ. ഓക്കെ. അപ്പൊ ഒരു 70-80 ക്രൂസ് ചെയ്ത 20 അടുപ്പിച്ച് മൈലേജ് കിട്ടുമായിരിക്കും. ഉറപ്പായിട്ട് കിട്ടും. ഇത് ഞാൻ ഓടിച്ച് എനിക്ക് എക്സ്പീരിയൻസ്. അതാണ് ആദ്യം പറഞ്ഞതല്ലേ, ഓഫീസിൽ പോകുന്ന വഴിക്ക് ഞാൻ 20+ കിട്ടും. നമ്മൾ ഫോണൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ആ സ്പീഡിൽ ഓടിക്കത്തുള്ളൂ. സോ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ 100% 18 എന്തായാലും കിട്ടും. ഓക്കെ. ഓക്കെ. അപ്പം മിനി കൂപ്പറിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നപ്പം അത് ഭയങ്കര മൈലേജ് ആയിരിക്കുമല്ലോ. നമ്മുടെ ക്രിസ്റ്റേന്ന് മിനി കൂപ്പറിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ സർപ്രൈസ്. കേരളത്തിൽ വന്നിട്ടുണ്ടോ? അതുകൊണ്ട് അന്നൊക്കെ അതിനൊക്കെ എത്രയായി മിനി കൂപ്പറും കൊണ്ട് കേരളത്തിൽ വന്നപ്പോൾ ഉള്ള ഫ്യൂൽ? അങ്ങനെ എനിക്ക് 12,000 രൂപയായി വൺ സൈഡ് മാത്രം. ഓക്കെ. അപ്പം ഇതിനോ? ഞാൻ ഇതിന് 5,000 അതിൽ താഴെ നിന്നു. അതിൽ നിന്നു. കമ്പയറിംഗ് അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. 5,000 ആ ഒരു റേഞ്ച്. ഓക്കെ. റാപ്പിഡിൽ വന്നപ്പോഴും എനിക്ക് 8,000 ആയിട്ടുണ്ട്. ബാക്കി ഇന്നോവയിലായാലും 10,000 അത്രയും ആ ഒരു റേഞ്ച് വരും. പക്ഷേ ഇതിലും പെർഫോമൻസും ഉണ്ട്, അതേ ഒരു കംഫർട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ. ഇപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് സർവീസിനെ പറ്റി ചോദിക്കാം. ഇപ്പോൾ 8,000 കിലോമീറ്റർ ആയി, അധികം സർവീസ് ഒന്നും ആയിട്ടില്ല. ഫസ്റ്റ് സർവീസ് മാത്രം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അതിന്റെ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ. ഷോറൂമിലൊന്നും പോകേണ്ടി വന്നില്ല. ഇല്ല, ഞാൻ ഹ്യുണ്ടായിലിരുന്ന വണ്ടി എടുത്ത്. സോ അവര് ഡയറക്റ്റ് വീട്ടിൽ വന്ന് വണ്ടി പിക്ക് ചെയ്ത് സർവീസ് ചെയ്ത് വീട്ടിൽ കൊണ്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എന്തോ കംപ്ലൈന്റ് പറഞ്ഞു, അവരത് റെക്ടിഫൈ ചെയ്ത് വണ്ടി വന്ന് ഡെലിവറി ചെയ്തു. സീറോ കോസ്റ്റില്. ഓക്കെ. അതിന് നമുക്ക് ചാർജസ് പോലും അവര് ചെയ്തില്ല. ഓക്കെ. അപ്പം അന്ന് സർവീസിന് കൊടുത്തപ്പോൾ എന്തൊക്കെയായിരുന്നു കംപ്ലൈന്റ്സ് പറയാനായിട്ടുണ്ടായിരുന്നത്? അതായത് കംപ്ലൈന്റ്സ് ആയിട്ട് ഒന്നുമില്ല. ഞാൻ ഇത് മാത്രം പറഞ്ഞു, ഡോർ ഓപ്പൺ ക്ലോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലോസിൽ ക്ലോസ് ആകത്തില്ല, അത് വളരെ കുറച്ച് സ്പീഡായിട്ട് ക്ലോസ് ചെയ്താലേ ആകത്തുള്ളൂ. പക്ഷെ ഞാനത് കംപ്ലൈന്റ് റേസ് ചെയ്തു, അവരത് ഒരു 50% റെക്ടിഫൈ ചെയ്തു. 100% ആയെന്ന് പറയാൻ പറ്റില്ല. വേറെ ഒരു കംപ്ലൈന്റും അല്ലാതെ ഒന്നും തോന്നുന്നില്ല. ഇൻഫർടൈൻമെന്റിന്റെ ഒക്കെ വളരെ സ്മൂത്ത് ആണ്. ഞാനൊന്നും കംപ്ലൈന്റ് പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. ഓക്കെ. ഓക്കെ. ഇപ്പം i20 സ്പോർട്സ് എടുത്തപ്പം ഇതിൽ ഇന്ന ഫീച്ചർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ കുറവുകളായിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉണ്ട്. പക്ഷേ മെയിൻ റീസൺ വന്നിട്ട് ഇവര് ഈ ഹെഡ്ലൈറ്റിൽ അവർ LED DRL കൊടുക്കാമായിരുന്നു. തനിയായിട്ട് താഴെ ഒരു റെക്ടാങ്കിളിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇതിൽ ഹെഡ്ലൈറ്റ് തന്നെ ആഡ് ചെയ്യാമായിരുന്നു. ചിലർക്ക് ആ ഷേപ്പാണ് ഇഷ്ടം, ആ ഡിസൈൻ താഴെ കൊടുക്കുന്ന റെക്ടാങ്കിൾ. പക്ഷെ ഞാൻ പറഞ്ഞ സ്പോർട്സിന് അടുത്തത് ആസ്റ്റേ ഉള്ളൂ, ഹൈൻഡേ ഉള്ളൂ. സ്പോർട്സിന് ആ DRL അവര് കൊടുക്കാമായിരുന്നു. ഇതിന്റെ താഴെ മോഡൽസ് ഉണ്ടല്ലോ, അതിൽ വന്നിട്ട് അവർ ഈ സ്പെസിഫിക്കേഷൻ കൊടുക്കാമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഡോർ കംപ്ലൈന്റ്, അത് ഞാൻ എപ്പോഴും സർവീസ് 50% റെക്ടിഫൈ ആയിട്ടുള്ളൂ. ഇത് എന്റെ ഫ്രണ്ട്സും i20 ഉള്ളവരും ഈ കംപ്ലൈന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതെ. ഡോർ നമ്മൾ ഫസ്റ്റ് ഇതില് ഓപ്പൺ ചെയ്തിട്ട് നല്ല ക്ലോസ് ആയിട്ട് ക്ലോസ് ചെയ്താല് ഡോർ ക്ലോസ് ആവും, അല്ലാതെ വേറെ പിന്നെ ഒന്നുകൂടെ തുറന്നടക്കേണ്ടി വരും. ഓക്കെ. അല്ലാതെ വേറെ ലാഗുകളും അല്ലാതെ അകത്തെ കാര്യങ്ങൾ ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കംപ്ലൈന്റ്സ് പറയാനായിട്ടൊന്നുമില്ല. ഓക്കെ. 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 അപ്പം അതൊക്കെയാണ് നമുക്ക് i20 സ്പോർട്സ് വേരിയൻറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വാഹനത്തെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ബ്രോ. നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് സാധിച്ചു. ഏകദേശം 2.5 മാസം കൊണ്ട് 8,000 കിലോമീറ്റർ ഓടിച്ചപ്പം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ചോദിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റും ചെയ്യുക. നമ്മൾ ഇതുപോലെ പുതിയ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.